ഇതല്ലേ ഇന്ന് പിടിച്ചതിൽ ഏറ്റവും വലുത് അല്ലേ? ഇതിൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളെ വേറെ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് വരാൻ പറ്റുമെന്ന് നോക്കാം. സ്പൈഡറിൽ അടുത്തതും പിരാനയാണ് അടിച്ചിരിക്കുന്നത്. സ്പൈഡർ ഇട്ട പല്ല് ഫ്രണ്ടിലത്തെ പല്ല് ഭയങ്കര ഹെവി പല്ലാട്ടോ. അടിപൊളി. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഫിഷിംഗ് ആംഗ്ലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന കുളത്തിൽ പലതരം മീനുകളുണ്ട്. കട്ല, നട്ടർ, വാള, സിലോപ്പി തുടങ്ങിയവ വളർത്തുന്നതാണ് ട്ടോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സിലോപ്പി മീനുകൾ ഒരുപാട് പെരുകുന്നതിനാൽ മറ്റു മീനുകൾക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നില്ല. അതിനാൽ കുറച്ച് സിലോപ്പി മീനുകളെ പിടിച്ച് ഒഴിവാക്കുന്നതിനായി ഇതിൻ്റെ ഓണർ നമ്മുടെ ഫിഷ് ഹണ്ടേഴ്സിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ് ട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു 6 ഹുക്കിലാണ് നമ്മൾ ആദ്യം തന്നെ കാസ്റ്റ് ചെയ്യണത്. തീറ്റ നമ്മുടെ നോർമൽ തീറ്റ തന്നെ, നമുക്ക് സാധാ ഉപയോഗിക്കുന്ന തീറ്റ തന്നെയാണ്. ആദ്യം അതൊന്നും ഇട്ട് നോക്കാം. ഇതേ കുളമാണെങ്കിലും നമുക്ക് ഹൈ റിസ്ക്കാണ്. കാരണം സിലോപ്പീനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള മീനുകൾ ഒന്നും പിടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചൂണ്ട കാസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല എൻ്റെ മീനിന്. എന്തായാലും നമുക്ക് നോക്കാം, ശ്രമിച്ച് നോക്കാം. എടുത്ത് 2 അടിച്ചാണ്. ഫസ്റ്റ് പണി തന്നെ പാളി കേസ് നട്ടറാണ്. അതും 2 അടിച്ചിട്ടുണ്ട്. 6 ഹുക്കിൻ്റെ അല്ലായിരുന്നു. പല്ല് ഫ്രണ്ടിലത്തെ പല്ല് ഭയങ്കര ഹെവി പല്ലാട്ടോ. വായിലും പിരാനയുടെ പല്ലിടുന്നത് കേട്ടോ. അടുത്ത പണിയാണ് കേസ്. തിരിച്ചുവിടാനുള്ള മീനായതുകൊണ്ടേ വളരെ ഇച്ചിരി ശ്രദ്ധിച്ചെടുത്താ പരിക്ക് പറ്റാതെ. അവൻ നമുക്കിട്ട് പണി തന്നു. Leaving its mark, the roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on.
ഇത് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന കേട്ടോ. 200 സംതിങ് രൂപയും കണ്ടുള്ളൂ. നമ്മളൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഒരു ബോക്സ് വാങ്ങിയതാണ്. ഒരു 7 ദിവസം വരെ അത് ഇരുന്നോളൂ എന്നാണ് അവർ പറയുന്നത്. മീനിൻ്റെ തീറ്റ അടിയത് ഈ നമ്മുടെ അക്വേറിയം മീനില്ലേ, അതിന് കൊടുക്കുന്ന തീറ്റ. ഇല്ലാണോ? ഈ കൊക്കിട്ടപ്പോൾ ആവറേജ് വലിപ്പമുള്ള തയ്ക്കണം അല്ലേ? കൊള്ളാം. ഒരു അരക്കിലോ ഉണ്ട്. എത്ര ഉണ്ടാവും ബസ്സിലെ? ഒരു കിലോ പ്ലസ്. 1 കിലോ ഉണ്ടോ? ഓക്കെ, സൂപ്പർ. Whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫിഷിങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കൂടുതലായിട്ടും പിരാനകൾ അടിച്ചു തുടങ്ങി. അപ്പോൾ ഫുഡിൻ്റെ ടൈമും അതനുസരിച്ചായിരിക്കാം. നിലവിൽ സിലോപ്പികൾ ബൈറ്റ് ചെയ്യുന്നത് കുറവാണ്. പിരാനയാണ് കൂടുതലും കാസ്റ്റ് ചെയ്യുമ്പോൾ അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഫിഷിങ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് വരാൻ പറ്റുമെന്ന് നോക്കാം. സ്പൈഡറിൻ്റെ അടുത്തതും പിരാനയാണ് അടിച്ചിരിക്കുന്നത്. സ്പൈഡർ ഇട്ട് അപ്പം അടിക്കും, പിരാന അടിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഫിഷിങ് ക്ലോസ് ചെയ്യണം. ഒരു കിലോ ഉണ്ട്. 1 കിലോ പ്ലസ്. പയ്യ പറഞ്ഞു കുരുക്കി പടക്കട്ടെ. പഠിച്ചു കഴിയുമ്പോൾ നമ്മളെ ഈ അതാ ഹുക്ക് വരുന്ന ആ മറ്റേ ലോക്ക് ഇട്ട് മറ്റേ ഇത് ഇട്ടിട്ട് പിടിക്കാം. അടിപൊളി. ഇതല്ലേ ഇന്ന് പിടിച്ചാൽ ഏറ്റവും വലുത് അല്ലേ? ഇന്ന് കിട്ടിയാൽ ഏറ്റവും വലിയ. ഇത് തൂക്കി നോക്കൂട്ടാ. ഇത് എത്ര ഉണ്ടെന്നാ നീ പറഞ്ഞേ? ഇത് 1 kg മേളില്. 1 kg ഉണ്ട്. പിന്നെ ഫിന്ന് നോക്കിയേട്ടാ, എന്റെ വാലില് Where the shadows play. നമ്മൾ 25 കിലോ മീനാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു 15 കിലോ നമുക്ക് കഷ്ടി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ.